പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഓഫീസിലെ കാര്യങ്ങളിലൊന്നും പ്രിയംവദ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പ്രിയംവദയെ എടുത്തത് തന്നെ തെറ്റായിപ്പോയി എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ആമി. എന്നാൽ ആമിയോട് തനിക്ക് ഒന്നും ബോധിപ്പിക്കാനില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രിയംവദ ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. പ്രിയംവദയുടെ അപ്രതീക്ഷിതമായ ഈ ഭാവമാറ്റം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ആമിയെ. ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആമി ആലോചിക്കുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് എന്തായാലും ഋഷിയെ ഒരു തവണ കാണണം എന്നുള്ള തീരുമാനം ആമി എടുക്കുന്നത്. ഇതേസമയം ദാസിൻ്റെ കൂടെ യാത്ര തിരിക്കുന്ന മഹി ഋഷിയുടെ കാര്യത്തിൽ തനിക്കിപ്പോൾ കുറച്ച് സംശയങ്ങളുണ്ട് എന്ന് പറയുകയും ഋഷിയുടെ മനസ്സിൽ ആമിയില്ല എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നും തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റായിരുന്നു എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ഉള്ള കാരണമെന്ന് ദാസ് ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോഴുള്ള അവൻ്റെ പ്രവൃത്തികൾ കാണുമ്പോഴാണ് തനിക്ക് അങ്ങനെ തോന്നുന്നത് എന്നും അതുകൊണ്ട് തന്നെ താനെടുത്ത ഡിസിഷൻ തെറ്റാണ് എന്ന് സമ്മതിക്കുന്നതായി പറയുകയും ചെയ്യുന്നു. താൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ തന്നെയാണ് ആലോചിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാതെ ദാസും പകച്ചു പോവുകയും ഒടുവിൽ ഇപ്പോഴത്തെ തീരുമാനം ശരി തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഋഷിയെ കാണുന്നതിനായി പോകണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ആമി ഋഷിയെ കാണുന്നതിനായി എത്തുന്നു. ഇതേ തുടർന്ന് ഋഷിയോട് ഇപ്പോൾ എന്താണ് ഓഫീസിലേക്ക് വരാത്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് തന്നെ പേടിച്ചിട്ടാണോ വരാതിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഋഷി തനിക്കിപ്പോൾ ഒരു മൂഡില്ല എന്നും എന്തായാലും കമ്പനിയിലെ കാര്യങ്ങൾ കൃത്യമായി നീ നോക്കുന്നുണ്ടല്ലോ എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ തനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പേടിയും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ആമി കമ്പനിയിലേക്ക് ഉടൻ തന്നെ വരണമെന്നും എന്തായാലും അസുഖമുണ്ട് എങ്കിൽ അസുഖം മാറിയിട്ട് വന്നാൽ മതി എന്ന് അറിയിക്കുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് ഋഷിയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു അതിഥി ഋഷിയെ കാണുന്നതിനായി എത്തുന്നത്. ഋഷിയെ തേടി എത്തുന്ന പ്രിയംവദ ഋഷിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. എന്താണ് പ്രിയംവദയ്ക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് തന്നെ ഭരിക്കുന്നതിനായി ഇപ്പോൾ ആമി ശ്രമിക്കുന്നുണ്ട് എന്നും അത് തനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവൾ അതുകൊണ്ട് തന്നെ താൻ ഇനിയും അവളുടെ ഈ ഭരണം അംഗീകരിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല ഋഷി തന്നെ ചതിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഋഷിക്ക് തൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്ന പ്രിയംവദയോട് താൻ ആരെയും ചതിക്കാൻ ശ്രമിക്കുന്നില്ല എന്നും പ്രിയംവദ വെറുതെ കാര്യങ്ങൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് ഇത്രയധികം കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്ന് തുറന്നു പറയുന്ന ഋഷി തൽക്കാലത്തേക്ക് ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട എന്നും ഉടൻ തന്നെ കമ്പനിയിലേക്ക് താൻ തിരികെ വരുമെന്നും അതിനുശേഷമാകാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം മടക്കി അയച്ചിരിക്കുകയാണ് പ്രിയംവദയെ. എന്നാൽ ഇതേ തുടർന്ന് ഋഷി പ്രിയംവദയുടെ ശല്യം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു നീക്കം ഉടൻ തന്നെ നടത്താനും ഋഷി തീരുമാനിക്കുന്നു.